ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഫ്രഷ് മീൻ കാണുന്നത്. നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന ഈ മീൻ കാണുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാത്തത്? പ്രത്യേകിച്ച് മീൻ കഴിക്കുന്നവർക്ക്. ഇതിപ്പോൾ ലുലു മാളിലാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇവിടെ കിട്ടും എപ്പോഴും. ഇതിൽ നിന്ന് 2 പരവ മീനും 2 കിളിമീനും കുറച്ച് മത്തിയും ഞാൻ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. ഫ്രീസറിൽ 3-4 ദിവസം ഇരിക്കുമ്പോൾ അതിന് ഉണക്കമീനിൻ്റെ ടേസ്റ്റ് വരാറുണ്ട് അല്ലേ? അതുണ്ടാകാതിരിക്കാനായിട്ട് മീൻ വയ്ക്കുന്ന പാത്രം നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നോക്കിക്ക് 4-5 ദിവസം ഇരുന്നാലും അതിന് ഉണക്കമീനിൻ്റെ ടേസ്റ്റ് വരികയില്ല. അപ്പോൾ ഞാൻ ഈ മീനെല്ലാം കൂടി വൃത്തിയാക്കി ഫ്രീസറിൽ വയ്ക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഒരു നാടൻ ലഞ്ച് റെസിപ്പിയാണ്. അതിനായിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മീനിത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഐസ് ആയിട്ടിരിപ്പുണ്ട്. ഇത് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. നല്ല പരവ മീനാണിത്. നോക്കിക്കേ, തൊലിയെല്ലാം കളഞ്ഞാണ് ഞാൻ വൃത്തിയാക്കിയത്. മീൻ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് പുളി നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കുടംപുളിയാണ് എടുക്കുന്നത്. ഇത് 2 പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം ഇതിൽ മാങ്ങ ചേർക്കുന്നുണ്ട്. കുടംപുളി അല്ലെങ്കിൽ സാധാരണ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്താൽ മതി. മാങ്ങയുടെ പുളി എത്രയാണ് അതനുസരിച്ച്. 2 മീനല്ലേ ഉള്ളൂ. ഈ മീൻ കറി ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ എന്തായാലും മസ്റ്റായിട്ട് വേണമല്ലോ. ആദ്യം പൊട്ടിച്ച തേങ്ങ കേടായിപ്പോയി. ഇത് 2ാമത് എടുത്തതാണ്. ഇത് നല്ല മുറ്റിയ തേങ്ങയാണ്. ഇത് മീനിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം വിളയാത്ത തേങ്ങ അരച്ച് മീൻ കറി ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റും കാണുകയില്ല. കുറച്ച് മുറ്റിയ തേങ്ങയാണ് മീൻ കറിക്ക് എപ്പോഴും നല്ലത്. തേങ്ങ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ ജോലി വളരെ ഈസിയാണ്. മീനും മാങ്ങയും കൂടി ചേർത്തല്ലേ വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ കൂടുതലായിട്ട് വേണം. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 4-5 ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഒരല്പം സവാള ചേർത്താൽ മതി. ഇനി ഈ ഉള്ളിയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇങ്ങനെ മസാല പ്രത്യേകം തേങ്ങ പ്രത്യേകമായിട്ട് തയ്യാറാക്കി എടുക്കുന്ന മീൻ കറിക്ക് വളരെയധികം സ്വാദാണ്. ഈ സീസണിൽ ആദ്യമായിട്ട് കിട്ടിയ മാങ്ങയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. 10-15 എണ്ണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുപോലും പറിക്കാൻ പറ്റിയില്ല. എല്ലാം താഴെ വീണു പോയി. ഇത് നല്ല വിളഞ്ഞ പഴുത്ത മാങ്ങയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല പുളിയുണ്ട്. അതുകൊണ്ട് മീനിനിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പകുതി മാങ്ങ എടുക്കാം. ഇതിൻ്റെ കൂടെ മുളക് പൊടി 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കാശ്മീരി ചില്ലി എരിവ് കുറവാണല്ലോ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകിടാം. ഇതിൽ ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യാനുസരണം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചട്ടി നല്ല ചൂടാണ്. ലോ ഫ്ലെയിമിൽ വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ചേർക്കാം. തേങ്ങയും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുതിർന്നിരിക്കുന്ന പുളി കൂടി ചേർക്കാം. എന്നിട്ട് അതിലുള്ള വെള്ളം കൂടി കുറച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. പുളിയൊക്കെ മസാലയിലൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതിൽ മീനിട്ട് കൊടുക്കാം. ഈ മീൻ വളരെ സോഫ്റ്റായിട്ടുള്ള മീനാണ്. മുള്ളും വളരെ കുറവായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മീൻ റെഡിയാകും. ആ സമയത്ത് നമുക്ക് തോരന് വേണ്ടി റെഡിയാക്കാം. കൂമ്പ് തോരനാണ്, വാഴക്കൂമ്പ്.
വാഴക്കൂമ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെയാണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇത് കിഡ്നി സ്റ്റോണൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ ഈ കൂമ്പ് വളരെ ഉപകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലെ ആ ഒരു കറയൊന്ന് മാറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ തടവുമ്പോൾ ഇതിൻ്റെ കറ മാറിക്കിട്ടും. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്ന് മാറ്റിയ ക്യാരറ്റാണ്. ഇത് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഈ കോമ്പ് തോരനുണ്ടാക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാകും. അത് മാറിക്കിട്ടാനായിട്ട് ഇത് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റാണിത്. ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം. ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല. 1 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ മുളകിനധികം എരിവില്ല. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ 4-5 മിനിറ്റായി. നമ്മുടെ മീൻ എന്തായിരുന്നു നോക്കണ്ടേ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം മീൻ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് ചട്ടിയിലിരുന്ന് തന്നെ ഇത് വറ്റും. കുറച്ച് കറിയായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. പുളിയും ഉപ്പും കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കണം. മീനൊരല്പം തണുത്താലാണ് നല്ല ടേസ്റ്റ്. കൂമ്പ് തോരനുണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. ഇതിൽ ഒന്നുകിൽ ഉഴുന്ന് ചേർക്കാം, അല്ലെങ്കിൽ ഇത് തോരപ്പരിപ്പാണ്. ഒരല്പം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പരിപ്പൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലിനി ക്യാരറ്റും കൂമ്പും കൂടി ചേർക്കാം. ഇതിലിനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വേകുന്നതാണ് ഈ കൂമ്പ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിൻ്റെ അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ക്യാരറ്റും കൂമ്പും നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിൽ ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് അരപ്പ് ചൂടാകട്ടെ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ ഇത് വൈകുന്നേരം വരെ ചീത്തയാവുകയില്ല. നന്നായിട്ട് അരപ്പ് ചൂടാക്കി എടുക്കണം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു വാഴക്കൂമ്പ് തോരനാണ്. ഇനി അടുത്തത് വീണ്ടും ഒരു നാടൻ ഒഴിച്ചു കൂട്ടാനാണ്. ഇത് മുരിങ്ങയിലയും മാങ്ങയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. സാധാരണ മുരിങ്ങയില ചേർത്തുള്ള ഒഴിച്ചു കൂട്ടാൻ അല്പം പുളി ചേർക്കാറുണ്ട്. അപ്പോൾ പുളിക്ക് പകരമായിട്ട് ഞാൻ ഈ മാങ്ങയാണ് ചേർക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പാൻ നല്ല ചൂടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വച്ചേക്കുകയാണ്. ഇതിൽ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് മാങ്ങ ചേർക്കാം. ഇത്തരം സ്റ്റീൽ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ തീ കയറും. വളരെ ഹെൽത്തിയാണ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ പാചകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, എത്ര കട്ടിയുള്ള പാത്രമായാലും. മുരിങ്ങയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിൽ മാങ്ങ ചേർത്തിരിക്കുന്നത് കൊണ്ട് അത് ഒന്ന് വേകണമല്ലോ. മുരിങ്ങയില മാത്രമാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. ഇതിലൊരല്പം വെള്ളം ചേർത്ത് കൊടുത്താലേ ഈ മാങ്ങ വേവുകയുള്ളൂ. ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയത്ത് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം.
ഈ ഒരു ഒഴിച്ചു കൂട്ടാൻ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുരിങ്ങയിലല്ലേ സെപ്പറേറ്റ് ആയിപ്പോവും, അരപ്പ് സെപ്പറേറ്റ്, മുരിങ്ങയില സെപ്പറേറ്റ് അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂമ്പ് തോരനും മുരിങ്ങയില ഒഴിച്ചു കൂട്ടാനും പരവ മീനും ചോറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലഞ്ച് റെഡിയാക്കുന്നത്. 2 ആഴ്ചയായി വന്നിട്ടെങ്കിലും വീടും പറമ്പും ഒക്കെ ഒത്തിരി ജോലികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലെ വളരെ രുചികരമായിട്ടുള്ള നാടൻ ഊണ്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മീനും തോരനും മുരിങ്ങയില ഒഴിച്ചു കൂട്ടാനുമൊക്കെ ഇതേപോലെ ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും പറയാറുള്ളത് പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എൻ്റെ മിക്കവാറും എല്ലാ റെസിപ്പീസും വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.